നമുക്കേ ഉച്ചയിലേക്കുള്ള ഒരു കറിക്ക് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ചേനത്താളും അത് ചേനത്തണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിത്യവഴുതിനിയും ഉണ്ട് അതും പൊട്ടിക്കാം നമുക്ക് പോയിട്ട്. ഇന്നത്തെ ദിവസം എല്ലാ ദിവസത്തെ പോലെയല്ല കേട്ടോ, എന്താണാവോ മഴയ്ക്കൊക്കെ ഒരു കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു തണുത്തൊരു കാലാവസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നിത്യവഴുതിനിങ്ങ. എല്ലാവരും എന്നോട് പലപ്പോഴും നിത്യവഴുതിനിങ്ങ പറയുമ്പോൾ പറയും ഒന്ന് അടുത്തേക്ക് കാണിച്ചോളൂ കേട്ടോ, ഞങ്ങൾ കണ്ടിട്ടില്ല നിത്യവഴുതിനിങ്ങ എന്നുള്ളത്. ഇതാണ് കേട്ടോ നിത്യവഴുതിനിങ്ങ. നിത്യവഴുതിനിങ്ങ എന്ന് പേര് വരുന്ന പോലെ തന്നെ കേട്ടോ, നിത്യവഴുതിനിങ്ങ നമുക്ക് വീട്ടിലുണ്ടെങ്കിലേ നമുക്ക് ഒരിക്കലും കറിക്ക് ക്ഷാമം വരില്ല. അപ്പം ഞാനിതാ എത്ര നിത്യവഴുതിനിങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ന് ചേനത്താളാണ് വയ്ക്കണേന്നുള്ളത്. അപ്പോൾ ഇതാ ഒരു ചേനത്തണ്ടും കൂടി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ അതും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അതിനുശേഷമായിട്ട് ഇന്ന് പറമ്പിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഷായിട്ടും പറമ്പിലുണ്ട്, എങ്കിലും അടുക്കളയിലത്തെ പണികൾക്ക് വേണ്ടി ഞാൻ നിന്നു. അങ്ങനെ നമ്മുടെ ചേനത്താൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഞാനിതാ നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യം കൊണ്ടുള്ള ഒരു തോരനും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ നേരെ പറമ്പിലേക്ക് ഇറങ്ങി. ഷായിട്ട് കുറേ നേരമായിട്ട് ഒന്ന് പറമ്പിലൊക്കെ നിൽക്കണു. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ഷായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. എനിക്കാണെങ്കിൽ നമ്മുടെ പയറിന് കുറച്ച് വടികളൊക്കെ കുത്തി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുത്തി കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഒരു പന്തലൊരു നീക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷായിനോട് നീക്കി വെച്ച് പിന്നെ കുറച്ച് നാളികേരം എടുക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പണി കൂടിയും ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അല്ലുവിന് മീൻ തിന്നേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മീനും കൊടുത്തു. അപ്പം നമ്മുടെ പേലിക്കുട്ടി, അതായത് കുട്ടിപ്പട്ടണങ്ങളുടെ അമ്മ, അവൾക്ക് ഒരു ചിക്കൻ സ്റ്റിക്കും കൊടുത്തു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഷായിനും കൂടി വീണ്ടും നമ്മുടെ അവിടുത്തെ പറമ്പിലേക്കും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പപ്പായൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണേ, അത് ചെരിയണതാണോ അതോ എന്താ പറയുക വെയിൽ നോക്കി വളയുന്നതാണോ എന്ന് അറിയാത്ത പോലെ എന്തെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് വളർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു പന്തലൊക്കെ കുഴിച്ചിടാണ്ടായിരുന്നു. അതൊക്കെ കുഴിച്ചിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറി പൊട്ടിക്കണ്ടായിരുന്നു. അപ്പോൾ 2 പീച്ചിങ്ങും പൊട്ടിച്ചെടുത്തു. പിന്നെ നമ്മുടെ കയ്പ്പക്കായ കേട്ടോ. അപ്പോൾ കുറച്ച് കയ്പ്പക്കായും പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും കയ്പ്പക്കായും നമ്മൾ ചതിച്ചില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കയ്പ്പക്കായൊക്കെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു കളറുള്ള കയ്പ്പക്കായ കേട്ടോ ഇഷ്ടം. നല്ല കരിക്ക പച്ചയ്ക്ക് കനപ്പ് ഇത്തിരി കൂടുതലാണ്, ഇതിന് ഇത്തിരി കനപ്പ് കുറവാട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പക്കായൊക്കെ പൊട്ടിച്ച് വരുന്ന വഴിക്കാണ് നമ്മുടെ കുക്കമ്പർ. ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യത്തിന് കൂടുതൽ കുക്കമ്പർ നമുക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ കവറിട്ട് വയ്ക്കുമ്പോഴും ഒരു കുക്കമ്പർ പൊട്ടിക്കുമ്പോൾ അടുത്ത കുക്കമ്പറിന് കവർ ഇടാറായിട്ടുണ്ടാവും. അപ്പോൾ കവറൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ നോക്കിയാൽ നല്ല നീളമുള്ള നല്ല കുക്കമ്പറാണ് കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യവും നമുക്ക് അങ്ങനെ തന്നെയായിട്ട് ഉണ്ടായി കിട്ടാറ്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ കറികളൊക്കെ കൂട്ടി ഞാൻ ഷായിട്ടിന് ഭക്ഷണം കഴിക്കാൻ വെച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ട് ഷായിട്ടിന് ചേനത്താൾ. ഷായിട്ടിന് പഴയ ഓർമ്മകളാണ് ചേനത്താൾ കഴിക്കുമ്പോൾ എപ്പോഴും ഷായിട്ടിന് പറയാനുണ്ടാവുക. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാന്ന് വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചവറിന് പിന്നെ അധികം ക്ഷാമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമുക്ക് 3 സൈഡ് നിറച്ച് മാവൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, അവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവർ വളരെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ കല്യാണക്കുട്ടിയുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്കന്മാരെ എപ്പോഴും ആക്റ്റീവായിട്ട് അവൾ നിർത്തൂട്ടാ.